സുഹൃത്തുക്കളെ, ഞാനിന്നുള്ളത് എവിടെയെന്ന് അറിയാം, നമ്മളെ വയനാട് അമ്പലവയലിലുള്ളത്. അമ്പലവയലിൽ നമ്മളെ ഒരു സുഹൃത്തുക്കളെ ഒരു ഗ്യാങ് ഒന്നടങ്കം ഞങ്ങൾ ഒരു റിസോർട്ട് ട്രിപ്പുമായിട്ട് വന്നതാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നമ്മളെ പല രാഷ്ട്രീയ കാര്യങ്ങളിലും പിന്നെ അതുപോലെ സാമൂഹിക കാര്യങ്ങളിലും എല്ലാത്തിലും ഇടപെടുന്ന വലിയൊരു ഗ്യാങ് തന്നെ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏതായാലും എലക്ഷൻ വർക്കും എല്ലാം കഴിഞ്ഞു. എല്ലാവരും ഒന്ന് റീഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിന് നല്ലൊരു കേന്ദ്രം കണ്ടെത്തിയതാണ്. നമ്മൾ നല്ലൊരു റിസോർട്ടിലാണ് എത്തിയിട്ടുള്ളത്. അതിന് ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചു തന്നത് നമ്മുടെ ഗഫൂർ സാഹിബ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. മൂപ്പരാണ് ഞങ്ങളെ എല്ലാ കാര്യങ്ങളും. ഞങ്ങളെ കൂടെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞങ്ങളെ കൂടെ ഉള്ളത് വലിയ ആളുകളുണ്ട്, ചെറിയ ആളുകളുണ്ട്, നല്ല പ്രായമുള്ള ആളുകളുണ്ട്. ഇവരെ എല്ലാവരും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എങ്ങനെ നമ്മൾ ഒരു സമൂഹത്തിൽ നല്ലൊരു മാതൃക കാണിക്കുക എന്നുള്ളത് ഇവിടുന്ന് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി തന്നതും, ഇതിനെ ഞങ്ങൾ നല്ല മനോഹരമായ രീതിയിൽ ഇവിടെ ഞങ്ങൾക്ക് എത്തിച്ച് എല്ലാവരും മനസ്സൊന്ന് റീഫ്രഷ് ആകാൻ വേണ്ടി. ഒരുപാട് തിരക്കും പല ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആളുകളാണ്, എങ്കിലും നമുക്ക് എപ്പോഴും ഒരു റിലാക്സ് വേണം. അത് പറ്റിയ നല്ലൊരു സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഏതായാലും ഗഫൂർ സാഹിബിനോട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്, ഓരോടൊക്കെ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. ഓക്കെ, ഏതായാലും നമുക്ക് ഗഫൂർ സാഹിബിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇതിൻ്റെ ഒരു കോർഡിനേറ്ററും നമ്മളെ ഈ യാത്രയ്ക്ക് വേണ്ടി മുൻകൈ എടുത്ത ആളുമ്പാടാണ്. അപ്പോൾ ഗഫൂർ സാഹിബ്, എന്താ നിങ്ങൾ എങ്ങനെയാണ് നമ്മളെ ഇവിടെ എത്തിക്കാൻ കാരണം? ഇവിടെ തന്നെ സെലക്ട് ചെയ്യാൻ എന്താ കാരണം ഉണ്ടായത്? അതായത് ഇത് കണ്ടില്ല, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ ചെറിയൊരു 25 വയസ്സ് തൊട്ടുള്ള ആളുണ്ട്, ഒരു 55 വരെയുള്ള ആളുകളുണ്ട്. അതിന്റെ ഇടയിൽ നമ്മളൊരു ടീമാണ്, ഒരു നാടിന് വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ്. അത് സാമൂഹ്യത്തിലും രാഷ്ട്രീയത്തിലും മറ്റ് ബിസിനസ്സുകളിലും നമ്മുടെ നാടിന്റെ അസറ്റിനും വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇവർക്കൊന്നൊരു റീഫ്രഷ് ആവണം. ഈ ഇലക്ഷൻ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു തോന്നൽ വന്നതിന് അതിനനുസരിച്ചുള്ള ഒരു ആംബിയൻസ്, നമ്മളിതൊരു പ്രാക്ടിക്കലായിട്ട് കുറെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ നിങ്ങളെ ഏൽപ്പിച്ചത്. നിങ്ങൾ ഇങ്ങനെ ട്രാവലിൽ കൊണ്ടുപോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഈ ആളുകൾക്ക് കിട്ടേണ്ട ഇതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥലം സെലക്ട് ചെയ്തതും ഇവിടെ കൊണ്ടുവന്നതും. അത് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോടൊക്കെ. അപ്പോൾ ഇതിൽ പ്രമുഖരായ ആളുകളൊക്കെ ഉണ്ട്. ഇത് ഈ നിൽക്കുന്നത് നമ്മുടെ പരപ്പനങ്ങാടി മുൻ മുനിസിപ്പൽ ചെയർമാനാണ്. അതുപോലെ തന്നെ ബിസിനസ് മേഖലയിലൊക്കെ വളരെ കഴിവുള്ള ആളുകളാണ്. ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. അപ്പോൾ ഏതായാലും നമ്മളെ ചെയർമാനോട് ചോദിക്കാം, എന്താ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്താ പറയാനുള്ളത്, അനുഭവം എന്താ ഉണ്ടായിട്ടുള്ളത്? ഈ നമ്മളൊരു റീഫ്രഷിന് വേണ്ടി വന്നാണല്ലോ നമ്മളിവിടെ. അപ്പൊ ഇവരിങ്ങനെ ഓരോ ടൂറുകൾ സംഘടിപ്പിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് കൂടാൻ കഴിയാറുണ്ട്, ചിലപ്പോൾ കൂടാൻ കഴിയാറില്ല. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും നമ്മൾ കൂടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ വന്നതാണ്. അപ്പൊ ഇവിടെ വന്ന് നോക്കിയപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. മാത്രമല്ല നല്ലൊരു ലൊക്കേഷനാണ്. പുഴേന്റെ സൈഡിൽ നല്ലൊരു വ്യൂസ് ഒക്കെ കിട്ടുന്ന നല്ലൊരു ലൊക്കേഷനാണ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നന്നായിട്ട് ആസ്വദിച്ചു. ഏതായാലും നിങ്ങളെ കൂടെ വന്നവർക്കൊക്കെ ഇതിൻ്റെ ആയിട്ടുള്ള ഒരു അനുഭവം കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം എന്താ വന്നതിനുള്ള ഒരു മാറ്റം അവർക്ക് ഇതൊക്കെ മറ്റുള്ള രീതിയിൽ ഉപകാരപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മോട്ടിവേഷൻ ഒക്കെ നടന്നല്ലോ ഇവിടെ. നമ്മളെ മുഹമ്മദ് ഹാജിക്ക് എന്താ പറയാനുള്ളത്? വളരെ ഉഷാറാണ്. ഇന്നലെ വന്നാണ്, ഇവിടെ വന്നിട്ട് നല്ലൊരു അനുഭവമാണ് കാണുന്നത്. കാരണം നമ്മളിവിടെ കുറച്ച് ഇടയ്ക്ക് ഇവര് കൂടെ വന്നതാണ്. പ്രവാസിയായിരുന്നു, ഒരുപാട് കാലം പ്രവാസിയായിരുന്നു. മൂപ്പരൊക്കെ ബിസിനസ് തിരക്കിന്റെ ഇടയിലും ഈ ഒരു കാര്യത്തിന് ഇറങ്ങിയത് തന്നെ വളരെ നമുക്കൊക്കെ ഒരു മാതൃകയാണ്. ഒരു മുതിർന്ന ആളുകളൊക്കെ ഇതിന്റെ കൂടെ വരാന്നുണ്ടെങ്കിൽ തന്നെ വളരെ നല്ലൊരു അനുഭവമാണ്. ഏതായാലും നിങ്ങൾക്ക് വളരെ ഹാപ്പിയാണ്. ഏതായാലും എന്താണ് സലീം സാഹിബ് ഒക്കെ എന്താ പറയാനുള്ളത്? ഉഷാറായിട്ടുണ്ടോ? ഇതൊരു ടീമാണ്, പ്രായ വ്യത്യാസമില്ലാത്തൊരു ടീമാണ്. നല്ല മുതിർന്ന ആളുകളും ചെറുപ്പക്കാരായ ആളുകളും ഇതിലുണ്ട്. മുതിർന്ന ആളായ മൊമാജി മുതൽ ചെറിയ ആളായ ഇല്യാസ് വരെ ഇതിലുണ്ട്. അവരൊക്കെ ഓടിച്ചാടി നടന്നു ഇവിടെ നല്ല ഹാപ്പി ആയിട്ട് ഇവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തു. പിന്നെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. പൈസയൊക്കെ എന്താ സൂപ്പറാണ്, സൂപ്പറായിട്ടുണ്ടല്ലേ. ഇത് നമ്മളെ ഏറ്റവും ഞങ്ങളെ കൂടുതൽ വന്ന ഏറ്റവും പ്രായം കുറഞ്ഞൊരു വ്യക്തി കൂടിയാണ്. എന്താ നിങ്ങളെ അനുഭവം? ഞങ്ങൾ ഈ മുതിർന്ന ആളുകളെ കൂടെ വന്നതിൽ എന്താണ് നിങ്ങളുടെ അനുഭവം? എനിക്കിപ്പോ തോന്നുന്നത് വെച്ചാൽ എനിക്കാണ് വയസ്സുള്ളത്. എനിക്ക് തോന്നുന്നത് അത്ര പ്രായം കുറയത്തില്ല ആൾക്കാർക്ക്. ഞാനാണിപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രായം എനിക്ക് തോന്നുന്നത്. ഇവരൊക്കെ പറ്റ ചെറുതായി പോയി, വളരെ ചെറിയ ആൾക്കാരെ. പിന്നെ മുഹമ്മദ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറെ കാലത്തിന്റെ ശേഷം ഈ ഭാഗത്ത് നമ്മളെ ഇതായിട്ട് അടുത്ത കാലത്തായിട്ടുള്ള നമ്മളെ കൂടെ ഏറ്റവും പ്രവർത്തിക്കാനും ഒരുപാട് പ്രവാസിയൊക്കെ അല്ലേ. അപ്പൊ ഓർക്കൊക്കെ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. ഏതായാലും വളരെ ഉഷാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. എന്താ നിങ്ങൾക്കൊക്കെ പറയാനുള്ളത്? ഉഷാറല്ലേ? നല്ല അടിപൊളി ടൂറാണിത്. പൊതുവെ നമ്മളൊക്കെ ടൂർ വരുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് സൺ പാർട്ട്നേഴ്സുള്ള ഫ്രണ്ട്സിന്റെ കൂടെയാണ് വരല്. ഇപ്രാവശ്യം വ്യത്യസ്തമായിട്ട് പരപ്പനങ്ങാടി നഗരസഭയുടെ മുൻ ചെയർമാൻ ഉസ്മാൻ സാഹിബ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഷിഹാബ് ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് മുഹമ്മദ് ഹാജി ഉണ്ട്. അവരുടെ കൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ടൂർ വരുന്നത്. നല്ലൊരു മോട്ടിവേഷൻ തന്നെ ഉഷാറായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ അസഫ് സാഹിബിന് എന്താ പറയാനുള്ളത്? കാരണം നിങ്ങളൊക്കെ ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്.
എന്താ നിങ്ങളെ അനുഭവത്തിൽ പറയാനുള്ളത്? നമ്മൾ പലപ്പോഴായിട്ട് ഇതുപോലത്തെ ഒരു പിക്നിക്കിന് ഇതിനൊക്കെ പോകുന്ന ആളുകളാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ പ്രായഭേദമന്യുള്ള ഒരു റീഫ്രഷ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ പല പ്രായക്കാരുണ്ടെങ്കിലും പക്ഷെ ഇങ്ങനത്തെ ഒരു സ്ഥലത്തെത്തുമ്പോൾ 1-2 ദിവസം നമ്മൾ പ്രായമൊക്കെ മറക്കുകയാണ്. എല്ലാവരും ഒരേ പ്രായക്കാരായി മാറുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും ഇതുപോലെ ഇത് സംഘടിപ്പിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഇതുപോലത്തെ ഒരു പരിപാടികൾ നിങ്ങൾ ഇടക്കിടക്ക് സംഘടിപ്പിക്കുക, മനസ്സൊന്ന് ശുദ്ധമാക്കുക, മനസ്സും ശരീരവും എല്ലാം ശുദ്ധമാക്കുക എന്നുള്ളത് ഇത് പ്ലാൻ ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരു നല്ല രീതിയിലുള്ള നന്ദി അർപ്പിക്കുകയാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മളെ ഇതിന് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരാളും കൂടെ ഉണ്ട്. നമ്മളെ മെയിൻ ഈ ടൂറിലൊക്കെ കോർഡിനേറ്ററും കൂടെയാണ് നമ്മളെ നാസർ സാഹിബ്. മൂപ്പരാണ് ഇതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്ത് നമ്മളൊക്കെ ഈ രീതിയിലേക്ക് എത്തിച്ചത്. മൂപ്പര് 2 വാക്ക് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മളിങ്ങനെ അന്ന് 10-22 ആളുകൾ അല്ലേ, 22 ആളുകൾ ഇവിടെ നല്ല എൻജോയ് ചെയ്ത് ഏതായാലും പോവാണ്. നമ്മളെ ഈ റിസോർട്ട് ഇവരെ സംവിധാനങ്ങളൊക്കെ ഉഷാറാണ്. ഇതിന്റെ ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഏതായാലും ഈ റീഫ്രഷുമായി ബന്ധപ്പെട്ട് നമ്മളെ വന്ന ആളുകൾക്ക് ഇവർക്ക് നല്ലൊരു മാറ്റം കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? റീഫ്രഷ് നമ്മളിപ്പോ നമ്മളൊരു ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഒരുപാട് വർക്കൊക്കെ ചെയ്ത ആളുകളാണ്, ബിസിനസ് തിരക്കുള്ളവരാണ്, എല്ലാവരും ബിസി ഉള്ളതാണ്. ഇത് നമ്മളെ മുനിസിപ്പൽ ചെയർമാനാണ്, മുൻ ചെയർമാനാണ്. അപ്പൊ എല്ലാവരും നല്ല ഇലക്ഷന് വർക്കൊക്കെ ചെയ്ത് വളരെ ടയേർഡായി നിൽക്കുന്ന സമയത്താണ് ഒന്ന് റീഫ്രഷ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ക്യാമ്പ് സംഘടിപ്പിച്ചത്. അപ്പൊ അതിൽ നമ്മൾ വിളിച്ച ആളുകളൊക്കെ സാധാരണ എല്ലാവർക്കും ഒഴിവുണ്ടാവില്ല. എല്ലാവരും ഒഴിവൊക്കെ എടുത്ത് നമ്മൾ ഈ പരിപാടിയുമായി സഹകരിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല നിലയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഏതായാലും ഇതുപോലെ നമുക്ക് കൂടുതൽ ആളുകൾക്ക് ഇതിലേക്ക് വരാനുള്ള ഒരു എല്ലാവർക്കും ഒരു മാതൃക ഇത് മാതൃകയായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്നും ഇങ്ങനെ കൂടണം. എല്ലാവരും ബിസിയാണ്, ഇപ്പൊ ആരും കാണാനും കിട്ടലില്ല. അപ്പൊ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് വന്ന് ഒരു കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനും നമുക്ക് സംസാരിക്കാനും കളിക്കാനും ചിരിക്കാനൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പൊ അതില് ഇനിയും നമ്മളിത് ഇതുപോലെ വെക്കേഷനിൽ മറ്റു സമയത്ത് പെരുന്നാളിനൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംഘടിപ്പിക്കലുണ്ട്. അതുപോലെ ഇനിയും ഉണ്ടാവും തുടർന്ന്. അതെ, ഇതേ ടീം സെറ്റ് ആയിട്ട് വീണ്ടും നമ്മള് ഒരു വട്ടം കൂടി വരും. അത്ര തന്നെ ഹാപ്പിയാണ് എല്ലാവരും, ഈ ഗ്യാങ് മൊത്തം ഹാപ്പിയാണ്. അതുകൊണ്ട് ഇതുപോലുള്ള യാത്രകൾ എല്ലാവരും സംഘടിപ്പിക്കുക. പല മേഖലയിലുള്ള ആളുകളും വളരെയധികം ബിസിനസ് പരമായിട്ടും ഒക്കെ വളരെ റഷായി നിൽക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഇതുപോലെ ഒരു ക്യാമ്പ് വന്ന് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു റീഫ്രഷിംഗ് തന്നെ പറയാം. ഓക്കെ, താങ്ക് യു.